എല്ലാ കൂട്ടുകാർക്കും കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം നടത്തിയ ബൈബിൾ ക്വിസ് പ്രോഗ്രാമിലെ വിജയികൾ ആരെന്നാണ് നോക്കാൻ പോകുന്നത്. ചുവടെ കൊടുത്തിരിക്കുന്നവയാണ് അവയുടെ ഉത്തരങ്ങൾ. അപ്പോൾ ആകെ 31 പേര് ഉത്തരങ്ങൾ സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ 18 പേരായിരുന്നു ശരിയായ ആൻസർ ടൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒട്ടുമിക്ക പേര് എല്ലാം കറക്റ്റായിട്ട് തന്നെയാണ് സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിൽ ഒന്ന് വെച്ച് തെറ്റിച്ചവർ ഒത്തിരി പേരുണ്ടായിരുന്നു. അപ്പോൾ അത് ഏതാണെന്ന് വെച്ചാൽ 7ാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ബൈബിളിൽ ആദ്യമായി ചിരിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി, അതാണ് എല്ലാവരും തെറ്റിച്ചത്. അപ്പോൾ ഒട്ടുമിക്ക പേര് സാറ എന്നായിരുന്നു ടൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ സാറയല്ല. നമുക്ക് 17ാം അധ്യായത്തിൽ നോക്കുമ്പോഴത്തേക്ക് അബ്രഹാം കവിണ് വീണ് ചിരിച്ചതായിട്ട് നമുക്കവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അബ്രഹാമാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇപ്പോൾ ഉത്തരം തെറ്റിപ്പോയൊരു വിഷമിക്കേണ്ട, നമുക്ക് എല്ലാ ആഴ്ചയിലും അവസരങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അടുത്ത വിജയികൾ നിങ്ങൾ തന്നെയായിരിക്കും. അടുത്തതായിട്ട് നമുക്ക് ആരൊക്കെയാണ് ഇപ്പോൾ ഇതിന് വിജയികളായതെന്ന് നോക്കാം. ഈ 18 പേരാണ് എല്ലാ ചോദ്യത്തിനും ശരിയായ ഉത്തരം അയച്ചിട്ടുള്ളത്. വിജയികൾക്ക് അഭിനന്ദനങ്ങൾ. അടുത്ത് നമുക്ക് ഇതിൽ നിന്ന് ആരൊക്കെയാണ് സമ്മാനം നേടാൻ പോകുന്ന ആ 3 പേരെന്ന് നോക്കാം. വിജയികളെ നറുക്കെടുത്തായിരിക്കും സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ 18 പേരുടെയും പേരുകൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നറുക്കെടുക്കുന്ന വീഡിയോ ലൈവായിട്ട് തന്നെ നിങ്ങൾക്ക് കാണിക്കുന്നതാണ്. അപ്പോൾ ഇനി ആദ്യത്തെ വ്യക്തി ആരാണെന്ന് നോക്കാം. സുധാ മേനോൻ എന്ന വ്യക്തിയാണ് ആദ്യം കിട്ടിയിട്ടുള്ളത്. അടുത്തതിന് രണ്ടാമത്തെ വ്യക്തി ആരാണെന്ന് നോക്കാം. അഭിഷേക് പി ആണ് രണ്ടാമത്തെ വ്യക്തി. മൂന്നാമത്തെ വ്യക്തി ആരാണെന്ന് നോക്കാം. അഞ്ജന ആനന്ദ്. ഈ 3 പേരെയും ഞങ്ങൾ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും. ഈ 3 പേർക്കും ഈ ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഞങ്ങൾ സമ്മാനങ്ങൾ എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ വിജയികളാകാത്തവർ വിഷമിക്കേണ്ട, നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാ ശനിയാഴ്ചയും നിങ്ങൾക്ക് ഇതിനുള്ള അവസരങ്ങളുമുണ്ട്. അപ്പോൾ വേദഭാഗങ്ങൾ നിങ്ങൾ നല്ല രീതിക്ക് നോക്കിയതിന് ശേഷം മാത്രം ഉത്തരങ്ങൾ സെൻഡ് ചെയ്യാം. അപ്പോൾ അടുത്ത വിജയികൾ നിങ്ങൾ തന്നെയായിരിക്കും. പിന്നെ സമയത്തിലും അല്പം വ്യത്യാസം വന്നിട്ടുണ്ട്. എല്ലാ ശനിയാഴ്ചയും 6 മണി മുതൽ 10 മണി വരെയാണ് നിങ്ങൾക്കുള്ള സമയം തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 10 മണിക്ക് ശേഷവും ഒത്തിരി പേര് ഉത്തരങ്ങൾ സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് സമയപരിധി കുറച്ച് നീട്ടിയിട്ടുണ്ട്. അതായത് 3 മണിക്ക് ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ 10 മണി വരെ നിങ്ങൾക്കുള്ള സമയമുണ്ട്. അതിനുള്ളിൽ നിങ്ങൾ ഉത്തരങ്ങൾ സെൻഡ് ചെയ്യാം. അപ്പോൾ അടുത്ത ആഴ്ചയിൽ ഏത് ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ വരുമെന്ന് ഞങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നല്ല രീതിക്ക് വേദഭാഗങ്ങൾ പഠിക്കുക, എന്നിട്ട് ഉത്തരങ്ങൾ സെൻഡ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ആഴ്ചയിൽ നമുക്ക് ഉൽപ്പത്തി പുസ്തകം 26 മുതൽ 50 വരെ ഉള്ള അധ്യായങ്ങളിലെ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പോൾ എല്ലാവരും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.